സൂപ്പർ ലീഗ് കേരളയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ്സിയെ പരാജയപ്പെടുത്തി കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിൽ. ആദ്യ സെമിയിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കണ്ണൂർ കാലിക്കറ്റിനെ തോൽപ്പിച്ചത്. കലാശ പോരാട്ടത്തിലെ കണ്ണൂരിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് എഫ്സി മലപ്പുറം എഫ്സിയെ നേരിടും. സെമി ഫൈനലിൽ ഫോഴ്സ കൊച്ചിയോട് പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് ഇത്തവണ കാലിക്കറ്റ് എഫ്സിയെ പരാജയപ്പെടുത്തി സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. കണ്ണൂരിന്റെ അപ്രതീക്ഷിത വിജയം കാലിക്കറ്റ് എഫ്സിയുടെ ആരാധകർക്ക് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. സെറ്റപ്പ് മാറ്റേണ്ടതുണ്ട്. മഴ പെയ്യാത്തതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. നല്ല കളിയായിരുന്നു. വേറെ കാലിക്കറ്റ് ഒരു ക്രോസ് അടിക്കാൻ പോലും ചെയ്തില്ല. വിഷമുണ്ട്. രണ്ടാം പകുതിയിൽ കണ്ണൂർ വാരിയേഴ്സിന്റെ താരം മുഹമ്മദ് സിനാന്റെ ബൂട്ടിൽ നിന്നും പിറന്ന പെനാൽറ്റി ഗോൾ കാലിക്കറ്റ് എഫ്സിക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. നിരവധി അവസരങ്ങൾ കാലിക്കറ്റ് എഫ്സിക്ക് ലഭിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. നിരാശൊന്നുമില്ല, കളിച്ചിക്കണ്. എന്നാലും ഒരു പുറത്തായിരുന്നില്ല കാലിക്കറ്റ്. അടുത്ത 21 മിനിറ്റിൽ സച്ചു സിബി പരിക്കേറ്റ് മടങ്ങിയത് കാലിക്കറ്റിന് തിരിച്ചടിയായി. 36 മിനിറ്റിൽ മുഹമ്മദ് ആസിഫ് എടുത്ത ഫ്രീ കിക്ക് കണ്ണൂർ പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിയെങ്കിലും ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. കലാശപ്പോരിൽ കണ്ണൂരിന്റെ എതിരാളികളെ ഇന്നറിയും. ഇന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് എഫ്സി മലപ്പുറം എഫ്സിയെ നേരിടും. രാത്രി 7:30 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ന്യൂസ് മലയാളം, കോഴിക്കോട്.